അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. ഏതൊരു മുസ്ലിമും വളരെയധികം ആകാംക്ഷയോടുകൂടി അതുപോലെ തന്നെ താല്പര്യത്തോടുകൂടി കാണുന്ന പരിശുദ്ധ ഹജ്ജിൻ്റെ നാളുകളിലാണ് പ്രിയപ്പെട്ടവരെ നാം ഏവരുമുള്ളത്. ഏറ്റവും നല്ല പുണ്യമേറിയ പകൽ ദിനങ്ങളാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവൻ്റെ എല്ലാ ഖൈറും ബർക്കത്തും നമ്മളിലൊക്കെ വർഷിക്കുമാറാവട്ടെ. സ്നേഹക്കൂട് ഈ ഒരു സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കയുടെ കാബയുടെ ഹാജറിൻ്റെ ആ ചരിത്രങ്ങളുമായാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്നേഹക്കൂടിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ ഹൃദ്യമായി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സർ തന്നെയാണ്. കുടുംബത്തിൽ ഈ ഒരു പെരുന്നാൾ എങ്ങനെയാവണം, അതോടൊപ്പം തന്നെ ഈ ചരിത്ര സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ തിരുനബിയുടെ ഹദീസുകളിലൂടെ എന്താണ് നമ്മോട് പങ്കുവെക്കുന്നത്, ഇക്കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അസ്സലാമു അലൈക്കും. പെരുന്നാളിൻ്റെ ഈ ഒരു സുദിനത്തിൽ അല്ലെങ്കിൽ പെരുന്നാളിനോടടുത്ത ഈ ദിനങ്ങളിൽ നമുക്ക് എന്താണ് സ്നേഹക്കോടിൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ള വിഷയം, നമ്മൾ വലിയ ഭാഗ്യം സിദ്ധിച്ചവരാണ്. അതെ, ഭാഗ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു വിശ്വാസികളായ ആളുകൾക്ക് ഓരോ സെക്കൻഡിലും അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. എണ്ണമറ്റ ഖുർആൻ പറഞ്ഞല്ലോ, ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. അപ്പോൾ ഈ നിഅമത്തിൽപ്പെട്ട ഏറ്റവും വലിയ നിഅമത്ത് ഹിദായത്താണ്, ഞാനൊരു മുസ്ലിമായി എന്നുള്ളത്. ആ ഒരു തൗഫീക്ക് വളരെ സെലക്റ്റഡായ ആളുകൾക്ക് മാത്രമാണ് അള്ളാഹു നൽകിയതും നിലനിർത്തുന്നത്. അതുകൊണ്ട് ആ ഒരു തൗഫീക്ക് നൽകിയ അള്ളാഹുവെ സ്തുതിക്കുക, ഹംദ് പറയാം. ആ ഹംദ് എന്നുള്ളത് മനസ്സിൽ തട്ടി, ഹൃദയത്തിൽ തട്ടി വരേണ്ടതുണ്ട്. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. എല്ലാ സന്ദർഭങ്ങളിലും സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്നുള്ള മെസ്സേജ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്ത ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് അല്ലേ? മില്ലത്ത് എന്ന് പറയുന്ന ഒരു സമുദായമായി വിശേഷിപ്പിക്കപ്പെട്ട ഒരു മഹാവ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ ജീവിതം ഉടനീളം പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരുന്നു. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മരണത്തെയും ജീവിതത്തെ അള്ളാഹ് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മിൽ നിന്ന് ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നതെന്ന് പരീക്ഷിക്കാൻ. അപ്പോൾ പരീക്ഷണമായി ജീവിതത്തെ അവതരിപ്പിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അദ്ദേഹത്തിൻ്റെ ബാല്യം തൊട്ട് കൗമാരവും അതുപോലെ തന്നെ ആ പീരീഡിലൊക്കെ പരീക്ഷണങ്ങളാണ്. പക്ഷേ അദ്ദേഹം പതറാതെ പിടിച്ചു നിന്നു, വിശ്വാസദാർഢ്യത്തോടുകൂടി പിടിച്ചു നിന്നു എന്നുള്ള ഒരു വലിയ മെസ്സേജാണ് ഹജ്ജിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കുള്ളത്. അതുപോലെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ അനുസരിച്ചിരിക്കുന്നു, ചോദ്യം ചെയ്യലില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഏറ്റവും നല്ല മുസ്ലിം എന്നുള്ള പേരിൽ പരിചയപ്പെടുത്തുന്നത് അല്ലേ? ഒരു കാര്യവും ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് പോലും ചോദ്യം വരുന്നുണ്ട്. പക്ഷേ അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്ന ഒരു മറുപടിയുണ്ട്, എൻ്റെ മനസ്സിന് ഒരു ശാന്തത ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്, സംശയം ഉണ്ടായിട്ടല്ല. അപ്പം ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരുപാട് പാഠങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇസ്മായിൽ അലൈഹി ഇസ്ലാം, ഹാജറ, ഇവരിലൊക്കെ നമുക്കുണ്ട്. എന്നാൽ വിശ്വാസികളായ നമ്മൾ എത്ര പേര് അതിനെക്കുറിച്ച് അഗാധമായി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ബലിപെരുന്നാൾ സുദിനവുമായി ബന്ധപ്പെട്ട ദിവസം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതെ, നമ്മളേവരും കാലോചിതമായി ചിന്തിക്കേണ്ട ഒരുപാട് പഴമയേറിയ ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നമ്മോട് വിളിച്ചോതുന്നത്. വിശ്വാസത്തിന് യാതൊരു കളങ്കവുമില്ലാതെ അടിയുറച്ച് വിശ്വാസിയായിക്കൊണ്ട് ജീവിച്ച് കാണിച്ചു തന്ന വലിയ ഒരു മാതൃക നമുക്ക് മുന്നിലുണ്ട്. കുടുംബങ്ങളിലേക്ക് പകർന്നെടുക്കേണ്ട, നാം ഏവരും സ്വീകരിക്കേണ്ട ഒരുപാട് നന്മകളും ഒരുപാട് ചരിത്രവുമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാനുള്ളത് എന്നാണ്.
അതിൽ നിന്നും ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്ക്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ എവിടെ നമ്മൾ ആരംഭിക്കും? സർ, അതിൽ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നിയത് തൗഹീദാണ്. അതെ, നമ്മൾ അല്ലേ വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവെ കണക്കാക്കേണ്ട മുറപ്രകാരം അവർ കണക്കാക്കിയില്ല. ഇത് അള്ളാഹിൻ്റെ ഒരു പരാതിയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കും, അള്ളാഹു അവൻ നമ്മുടെ സൃഷ്ടാവാണെന്ന് മാത്രമല്ല, അള്ളാഹുവാണ് നമ്മുടെ എല്ലാ രംഗങ്ങളിലും നമ്മളെ ഓരോ സെക്കൻഡിലും നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നത് അള്ളയാണ്. ആ ഒരു ബോധത്തിലേക്ക് മനുഷ്യന് വരാൻ പറ്റുന്നില്ല അല്ലേ? നമ്മൾ വായു ശ്വസിക്കുന്നു, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ആവട്ടെ, പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആവട്ടെ, താൽക്കാലികമായി അല്പം അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ അസ്വസ്ഥരാണ്. ഇപ്പോൾ കോവിഡ് വന്ന സമയത്തൊക്കെ ആളുകൾ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ട മേഖല അവൻ്റെ ഓക്സിജനാണ് അല്ലേ? ആ ഒരു ബോധം പോലും ഇല്ലാതെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും നാസ്തികവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം എന്താണ്? അള്ളാഹിൻ്റെ അസ്തിത്വം കണ്ടെത്താനുള്ള ഒരുപാട് തെളിവുകൾ പ്രപഞ്ചത്തിലുണ്ട്, സ്വന്തം ശരീരത്തിൽ തന്നെ ധാരാളം ഉണ്ട് അല്ലേ? അപ്പോൾ അള്ളാഹുവിനെ കണ്ടെത്തുക എന്നുള്ള ഏറ്റവും വലിയ ബാലപാഠമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ബിംബങ്ങളെ ചൂണ്ടിക്കൊണ്ട് ആസറിനോട് ചോദിച്ചത് അല്ലേ? സ്വന്തം പിതാവിനോട്. അതായത് തൗഹീദ് പ്രഖ്യാപിച്ചു എന്നുള്ളത് ബിംബങ്ങളെ ഉണ്ടാക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ഹോൾസെയിൽ ഡീൽ ചെയ്യുകയും ചെയ്ത സ്വന്തം പിതാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഈ ബിംബങ്ങളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അത്തരം ബിംബങ്ങൾ മനസ്സിൽ പേറിക്കൊണ്ടാണ് നടക്കുന്നത്. അലൈസല്ലാഹു ബി കാഫിൻ അബ്ദ, നിങ്ങൾക്ക് ഒരല്ലാഹു പോരെ എന്ന ചോദ്യത്തിന് പലതരം ഉത്തരങ്ങളാ പറയുന്നത്. കാരണം അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് മറ്റൗലിയാക്കളെ കണ്ടെത്തുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന പൗരോഹിത്യം ഇന്ന് നമ്മുടെ കേരളത്തെ ഗ്രസിച്ചിട്ടുണ്ട് അല്ലേ? ഒരു വിഭാഗം ആളുകൾ കാര്യമായി മോട്ടിവേറ്റ് ചെയ്യുന്ന എന്താണ്? അള്ളാഹുവിന് ഇടയാളന്മാരുണ്ടാക്കാനാണ്. എന്നാൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്ക് അള്ളാഹു മതി, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. അപ്പോൾ ഹജ്ജിന്റെ ഏറ്റവും വലിയ പാഠതാണ് അല്ലേ? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക്. അള്ളാഹുവെ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞാൻ വന്നിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റക്കാണ് പോരാടിയത്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉമ്മത്ത് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ആ ഒരു മോട്ടിവേഷനാണ് വിശ്വാസികൾക്കെന്നും ഫലം നൽകേണ്ടത്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ നേരിട്ടാലും, തീ കുണ്ടാരത്തിൽ എറിയപ്പെട്ടാലും, വിശ്വാസത്തിൻ്റെ പേരിൽ ഏത് പരീക്ഷണങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിക്കുന്നു, അവൻ എനിക്ക് സ്വർഗം നൽകും എന്നുള്ള ആ ഒരു സ്ട്രോങ് ഫെയ്ത്ത്, അതാണ് ഇന്നത്തെ കമ്മ്യൂണിറ്റിക്ക് മിസ്സിങ് ആവുന്നത് അല്ലെ? ചെറിയൊരു പരീക്ഷണങ്ങൾ ശരീരത്തിലോ മനസ്സിലോ വരുമ്പോഴേക്ക് ആകെ പതറുകയാണ്. ഒറ്റയടിക്ക് ഒഴിവാക്കുന്നത് അള്ളാഹുവായിട്ടുള്ള ബന്ധമാണ്. ഇപ്പോൾ പലപ്പോഴും കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ പല ആളുകളും ഈ വ്യത്യസ്തമായ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ടോ? കൃത്യമായി നിസ്കരിക്കാറുണ്ടോ? പലരിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താ? നിസ്കാരം ഇല്ലാന്നാ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ട്, വെള്ളിയാഴ്ച പള്ളിയിൽ പോലും പോകാറില്ല. ശരിക്കും പറഞ്ഞാൽ അഖീമി സ്വലാത്ത ലിദിക്രി അല്ലെ? മനസ്സിന്റെ സാന്നിധ്യവും മനസ്സിന്റെ ശാന്തതയും നിലനിർത്താനുള്ള ഒറ്റമൂലി നിസ്കാരമാണ്. ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും നമ്മൾക്ക് ഒരു കൃത്യതയില്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ മെസ്സേജ് അള്ളാഹുവെ സംബന്ധിച്ചുള്ള ആ ഒരു തൗഹീദ് തന്നെയാണ്. ഏകദൈവ വിശ്വാസം വളരെ സ്ട്രോങ് ആവണം. അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും നമ്മെ സഹായിക്കാനോ ദ്രോഹിക്കാനോ സാധിക്കുകയില്ല. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. ആ ഒരു ഉറച്ച വിശ്വാസമാണ് നമുക്ക് ഉണ്ടാവുക. അത് മാത്രമല്ല സർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എതിർക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാത്രമാണ് അല്ലേ? അദ്ദേഹം ഒറ്റക്കാണ്. എല്ലാവരും, തൻ്റെ പിതാവടക്കം അവിടുത്തെ ഭരണാധികാരികളടക്കം എല്ലാവരും എതിർത്തിട്ടും അദ്ദേഹം ഒറ്റയ്ക്ക് തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അത് വല്ലാത്തൊരു ധൈര്യവും ധീരതയുമാണല്ലോ. ഒരു റിയൽ മോട്ടിവേഷൻ എന്ന് പറയാമല്ലോ. ഒരാൾക്ക് കിട്ടേണ്ട ഒരു അഭിനിവേശം എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ ആ ഒരു വിശ്വാസം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇന്നും നമ്മൾക്കും ആ ഒരു വിശ്വാസം നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം
ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ലഭിക്കും എന്നുള്ളത് അള്ളാഹിന്റെ ഓഫറാണ് അല്ലേ. വമൻ യത്തഖില്ല യജ്അൽ ലഹു മഖ്റജ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു ഒരു മഖ്റജ്, ഒരു ഉദവി, ഒരു തുറവി നിങ്ങൾക്ക് നൽകുന്നുള്ളതാണ്. പക്ഷെ ആ വിശ്വാസത്തിലാണ് പിഴവ് സംഭവിക്കുന്നത് അല്ലേ. അള്ളാഹു അല്ലാത്തവരുടെ പേരുകൾ കേൾക്കുമ്പോ അവരുടെ മനസ്സതാ വെപ്രാളപ്പെടുന്നു. അള്ളാഹു അല്ലാത്തവരുടെ പേര് കേൾക്കുമ്പോ അള്ളാഹുവിന്റെ പേര് മാത്രം ഉണർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പേടിയില്ല. ഇവിടെയാണ് ചികിത്സിക്കേണ്ടത്. ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഗിവൺ ഫോർ ദാറ്റ്. അപ്പോൾ വിശ്വാസം അത് ഉറപ്പിക്കുക എന്നതാണ് ഈ ഹജ്ജിൻ്റെ വേളകളിൽ, പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഗുണപാഠവും അത് തന്നെയാണ്. ഇനി ഇതുമായി നമുക്ക് ബാക്കിയുള്ള അതിൻ്റെ ചരിത്രങ്ങളിലൂടെ പോകുന്ന ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് കിട്ടും. തീർച്ചയായും ഈ ഒരു മകനുണ്ടാവുക എന്ന് പറയുന്നത് ഒരു അത്താണിയാണല്ലോ. അതെ. ഇപ്പോൾ ജീവിതത്തിൽ പലരും വിവാഹം കഴിഞ്ഞ് ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടും ഒരു സന്താനം ഉണ്ടായില്ല എന്നുള്ള പരാതി, പരിഭവം, അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കുകയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്രായമാധിക്യം കൊണ്ട് അങ്ങേയറ്റത്തെത്തി ഈ തലമുടി നരച്ച ഘട്ടത്തിലും പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അല്ലേ. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സന്താനത്തെ അള്ളാഹു നൽകും എന്നുള്ള മെസ്സേജ് മറിയം ബീവിക്ക് സന്താനത്തെ നൽകിയ അള്ളാഹു സുബ്ഹാനഹു തആല. അതുപോലെ തന്നെ സക്കരിയ അലൈഹി ഇസ്ലാമിന് ഇതുപോലെ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുണ്ട്. അവിടെ ഈ സന്താനം നന്നാവുക എന്നുള്ള മെസ്സേജ്, ആ പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് സ്വീകരിക്കുകയും വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റം എത്തിയ ഘട്ടത്തിൽ ഒരു മകനെ കൊടുക്കുകയാണ്. ആ മകനെ കിട്ടി വളർന്ന് ഏകദേശം ഒരു യുവത്വത്തിലെത്തിയ ഘട്ടത്തിൽ അദ്ദേഹം കാണുന്ന സ്വപ്നം സ്വന്തം മകനെ ബലിയർക്കണം എന്നുള്ളതാണ്. ബലിയർക്കണം എന്നുള്ള സ്വപ്നം കണ്ടു എന്ന് മാത്രമല്ല, ആ സ്വപ്നം ഹി ഷെയർസ് വിത്ത് ഹിസ് ചൈൽഡ്, കുട്ടിയായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പൊ മകന് അവിടെ പറയുന്ന ആൻസർ എന്താണ്? സ്വപ്നത്തിൽ അങ്ങ് എന്താണോ ദർശിച്ചത് അപ്രകാരം പ്രവർത്തിക്കുക, അങ്ങക്ക് എന്നെ ക്ഷമാലുക്കളിൽ കാണാൻ സാധിക്കും. എത്ര നല്ല പാരന്റിങ് റോൾ മോഡലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ അലൈഹി ഇസ്ലാമും. ഇതാണ് ഈ പെരുന്നാൾ സുദിനത്തോടനുബന്ധിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജ്. ഒരു രക്ഷിതാവ് ആരായിരിക്കണം ഇല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഉപ്പ മകനോട് പറയാണ്, നിന്നെ അറുക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു, അല്ല നിങ്ങൾക്ക് തലക്ക് വട്ടാണോന്നാ ചോദിക്കുക. കാരണം ഒരു ഉപ്പ ഒരിക്കലും ഒരു കുട്ടി അംഗീകരിക്കുന്ന റോൾ മോഡൽ അല്ല. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നൽകുന്ന ഒരു പവർഫുൾ മെസ്സേജ് ഉണ്ട്. എല്ലാ രക്ഷിതാക്കൾക്കും ഏറ്റവും നല്ല ഒരു രക്ഷിതാവിന്റെ മാതൃക ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലുണ്ട്, ഏറ്റവും നല്ല മകന്റെ മാതൃക ഇസ്മായിൽ അലൈഹി ഇസ്ലാമിലുണ്ട് ഇല്ലേ? തീർച്ചയായും. അതിൻ്റെ മുമ്പ് നമ്മൾ പരാമർശിക്കേണ്ട മറ്റൊരു ഘടകം കൂടിയില്ലേ. ഇപ്പോൾ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ അലൈഹി സ്വലാമിനെ അറക്കാൻ വേണ്ടി സ്വപ്നം കാണുന്നത് ഒരു വലിയ ഗ്യാപ്പിനിടയിലാണ് അല്ലേ? തീർച്ചയായും. ഇറാഖിൽ നിന്നും മക്കയിലേക്കുള്ള ആ ഒരു യാത്രയുണ്ട്, വലിയൊരു ചരിത്രം അവിടെ ഉണ്ട്. ഒരു ഭാര്യ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ഹാജറിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹാജറിന്റെ ചരിത്രം ശരിക്ക് നമ്മൾ ഇന്നത്തെ കോണ്ടെക്സ്റ്റിലല്ല അതിനെ കാണേണ്ടത്. ഒരു ഉഷരഭൂമി, അതായത് ഇന്നും ലൈവായിട്ട് നമ്മൾ മക്കയെ നിരീക്ഷിക്കുകയാണെങ്കിൽ ആ പാറക്കെട്ടുകളൊക്കെ ഇന്നും അവിടെ ലൈവായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ശരിക്കും പറഞ്ഞാല് അത് അവിടെ അവശേഷിപ്പിച്ചത് മനുഷ്യന് ചിന്തിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലേ? ഇന്ന് ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു സോണായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. കാരണം അവിടേക്ക് എത്തിപ്പെടുക എന്നുള്ളത് മുഷ്കിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇത്രയധികം നൂതനമായ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ആ കല്ലുകളും ആ പാറക്കല്ലുകൾ ഉൾക്കൊള്ളുന്ന ആ മലയും അതുപോലെ തന്നെ ആ ഹിറ നിൽക്കുന്ന ആ ജബൽ നൂർ, ഇങ്ങനെയുള്ള ഒരുപാട്, അതൊക്കെ ഇപ്പോഴും അതേ രൂപത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യാത്രാ സൗകര്യങ്ങളില്ലാത്ത ആ എന്താ പറയുക മരുഭൂമിയിലൂടെ വെള്ളവും ഒരു സൗകര്യമില്ലാത്തൊരു നാട്ടിലേക്ക് പിഞ്ചു കുഞ്ഞിനെയും ഭാര്യയെയും നിർത്താൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശം ലഭിക്കുമ്പോൾ അത് അനുസരിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയെയും മകരെയായിട്ട് പോകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു സംഗതി ഉണ്ട്. ഇപ്പോ പള്ളി നേരെ മുറ്റത്തുണ്ട്, അല്ലെങ്കിൽ നേരെ അപ്പുറത്തുണ്ട്. 5 നേരം നിസ്കരിക്കാന് നമ്മളോട് പറയുമ്പോ കാർ ഫെസിലിറ്റി ഉണ്ട്, ബൈക്ക് ഉണ്ട്, ഓൾ ഫെസിലിറ്റീസ് എല്ലാം നമുക്കുണ്ട്.
എന്നിട്ട് സുബൈക്ക് അള്ളാഹു വലിയ ഓഫർ നൽകുകയാണ് അടിമക്ക്, അസ്സലാത്തു ഖൈറു മിനൻ നൗം. എന്നിട്ട് ആ പള്ളിയിൽ വന്ന് ഒന്ന് നിസ്കരിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. നമ്മളും ആഗ്രഹിക്കുന്നത് സ്വർഗ്ഗമാണ് അല്ലേ? ഇബ്രാഹിം നബിയുടെ പാതയെക്കുറിച്ചും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിനെ കുറിച്ചും ഇബ്രാഹിം നബി ചെയ്ത എല്ലാ കാര്യങ്ങളും അനുധാവനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളാണ്. ആ ഒരു ഉണർത്തുന്ന, അത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണത്. അവിടെ ഭാര്യമാർക്ക് വലിയൊരു മെസ്സേജ് ഉണ്ട്. അല്ല, നമ്മുടെയൊക്കെ ഭാര്യമാര് കേൾക്കേണ്ട ഒരു സംഗതി, അള്ളാഹു സുബ്ഹാനഹു തആല നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാഖിൽ നിന്ന് ഫലസ്തീനിലേക്കും ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്കും എത്തുന്നത്. അങ്ങനെ ഭാര്യയെ, ഹാജറയെ അവിടെ പാർപ്പിക്കുകയാണ്. പാർപ്പിച്ചു പോകുന്ന സമയത്ത് ചെറിയ പിഞ്ചു കുഞ്ഞാണ് കയ്യിലുള്ളത്. അവിടെ വെള്ളമല്ല, സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഹാജറ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് അള്ളാഹു പറഞ്ഞത് കൊണ്ടാണോ നിങ്ങൾ ഞങ്ങളെ ഇവിടെ ആക്കി പോകുന്നത്? അപ്പൊ അദ്ദേഹം പറയുന്ന മറുപടി അതേന്നാണ്. ആ അതെ എന്നുള്ള ഉത്തരം കിട്ടുന്നതോടുകൂടി പിന്നെ തവക്കുലാണ് അവിടെ ഉണ്ടാവുന്നത്. തവക്കുൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി കാര്യങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കൽ അല്ലെ? ഇന്നത്തെ നമ്മുടെ സ്ത്രീകള് വീട്ടില് ഭർത്താവ് അവരെ ആക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിലുള്ള മാനസികാവസ്ഥ, ഇപ്പോൾ ദഅവത്തിന് വേണ്ടി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഭർത്താവ് പോവാണ്, ഈ 2 ദിവസം അവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ നടക്കുന്ന കോലാഹലങ്ങൾ? യഥാർത്ഥത്തിൽ ഒരു വലിയ മെസ്സേജ് അതിലുണ്ട്. അതായത് അള്ളാഹുവിൽ ഒരാൾ ഭരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു മതി. അതിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് ഹാജറ അല്ലേ? അവിടെ വെള്ളമില്ല എന്നുള്ളടത്ത് നേരിട്ട് ലൈവായിട്ട് പിന്നെ അവിടെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇടപെടുകയാണ്. അവിടെ വെള്ളം സുലഭമായിട്ടുണ്ടാവുക. ഇന്നും ആളുകൾക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ലക്ഷക്കണക്കിന് ഹാജിമാരും ഉംറ നിർവഹിക്കുന്ന ആളുകളും അവര് 10ഉം 5ഉം കിലോ കൊണ്ടുപോകുന്നുണ്ട്, ലിറ്റർ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ടും അത് തീരുന്നില്ല. ആളുകൾക്ക് ലൈവായി കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ ശമനൌഷധമാണ് ഈ സംസം എന്ന് പറയുമ്പോൾ അതുപോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് പറയുമ്പോൾ എത്ര ലജ്ജാവഹമാണിത് അല്ലേ? അതൊക്കെ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഷിയാറുകള്, ഒരുപാട് അടയാളങ്ങൾ അല്ലെ? സഫ മർവ എന്നുള്ള ആ 2 മലകൾക്കിടയിൽ ഓടുന്ന ഹാജറ, അതിന്റെ സിമ്പലാണ് യഥാർത്ഥത്തിൽ സഈ എന്നുള്ളത്. അത് ഇന്നും ഓർക്കാൻ വേണ്ടിയിട്ടും ആ ത്യാഗത്തെ ഓർക്കാൻ വേണ്ടിയിട്ട് അല്ലെ? ആ പെണ്ണിനെ എന്നും ഓർക്കാൻ വേണ്ടിയിട്ട് കൂടി തന്നെ ആയിരിക്കണം അല്ലാഹു സുബ്ഹാനഹു തആല അത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ എന്നെന്നും ഓർക്കേണ്ട വ്യക്തിത്വങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജർ എന്നുള്ളത്. അതിന് ഓരോ വർഷവും പ്രത്യേകമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതോടുകൂടി ഈ ചരിത്രം വീണ്ടും വായിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, ജീവിതത്തിൽ സാംശീകരിക്കേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആ ഒരു ചരിത്രമല്ലേ ഇവിടെ നോക്കൂ. ഒരു കുടുംബത്തിന് വേണ്ട സ്നേഹക്കൂടിൻ്റെ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ പാഠങ്ങളും ഇബ്രാഹിം നബീൻ്റെയും ഇസ്മായിൽ നബീൻ്റെയും ഹാജറിൻ്റെയും ചരിത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ്. പിഞ്ചോമന കുഞ്ഞ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജനിച്ച നാട്ടിൽ നിന്നും ഒരുപാട് ദൂരം താണ്ടി മക്കയിലേക്ക് കൊണ്ടാക്കുമ്പോൾ ഒരു സൗകര്യം പോലും അവരുടെ കയ്യിലില്ല എന്നുള്ളതാണ്. ഒരു പിതാവിൻ്റെ മനസ്സ് അവിടെ ഉണ്ട് സർ അല്ലേ? തീർച്ചയായിട്ടും. തൻ്റെ ഭാര്യയെയും തൻ്റെ പിഞ്ചോമന, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ലഭിച്ച ആ പിഞ്ചോമന ഇസ്മായിൽ അലൈഹിസ്സലാം, അവരെ ആക്കി ആ ഒന്നുമില്ലാത്ത ആരുമില്ലാത്ത ആ ഒരു മണലിൽ ആ ഒരു മക്കയിൽ ആക്കി പോകുമ്പോൾ അദ്ദേഹം അനുഭവിച്ച സങ്കടങ്ങൾ എത്രയായിരിക്കും അല്ലേ? തിരിഞ്ഞു നോക്കാൻ കഴിയാതെ, അതാ പറഞ്ഞത്, ഒരു ഫെസിലിറ്റിയും ഇല്ലാത്തൊരു സന്ദർഭം. അതുമാത്രമല്ല, തൻ്റെ സങ്കടം കൊണ്ടായിരിക്കാം തിരിഞ്ഞു നോക്കാതെയാണ് അദ്ദേഹം പോകുന്നത്. ഹാജർ പിന്നിൽ നിന്നും വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഇത് അള്ളാഹുവിൻ്റെ അമ്രാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ? തിരിഞ്ഞു നിന്നൊരൊറ്റ പറച്ചിലാണെന്നല്ലേ ഇത് അതെ എന്ന് പറയുന്നതോടുകൂടി വീണ്ടും അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവാൻ. അപ്പോൾ ഒരു പിതാവ് അനുഭവിക്കുന്ന ഒരു സങ്കടമുണ്ട്. നമ്മളെ മക്കൾക്കൊക്കെ ഒരു ചെറിയ ഒരു അസുഖം വരുമ്പോൾ നമ്മളൊക്കെ എത്രമാത്രം ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ്, അഥവാ ഒരു പിഞ്ചു കുട്ടിയെയും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ആരാരുമില്ലാത്ത മണലാരണ്യത്തിലാക്കിയിട്ട് പോകുന്നത്. അത് അള്ളാഹ്ക്ക് വേണ്ടിയാകുമ്പോൾ അതെ എന്ന് പറയാണ്. അവിടെ ഒരു വിസമ്മതമില്ല. അതല്ലെങ്കിൽ എനിക്കതിന് സാധ്യമല്ല എന്നുള്ളൊരു ചിന്ത പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ല. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന് ആ ഇസ്മായിൽ അലൈഹിസ്സലാം ജനിച്ച് വളർന്ന് വരുന്ന ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും. അവിടെ സംസം ഉണ്ടാകുന്നു. ഇന്നും ഒരു വലിയ ഗുണപാഠമായി നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലേക്ക് എത്രയോ അത് സയന്റിഫിക് ആയിട്ട് ഗവേഷണം നടത്തിയ രാജ്യങ്ങൾ, അതുപോലെ സയന്റിസ്റ്റുകള്, അവരൊക്കെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എഴുതി വെച്ചു, ആ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. എന്നിട്ടും നമ്മുടെ ആളുകള് അതിൻ്റെ
പിന്നെ ഷിഫാനെ കുറിച്ച് ജനുവിന് ആണോ അത് എന്ന് സംശയിക്കുക. ചില ആളുകൾ പറയാണ് അത് 4 മലകൾ കൂടിയ സ്ഥലത്ത് നിന്ന് ഉറവ പൊട്ടിയതാണ്. ഇത്തരം ദുർന്യായങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ എന്താ തോന്നുക? അള്ളാഹുവിൽ തവക്കലാക്കിയപ്പോൾ അള്ളാഹ് നൽകിയ വല്ലാത്തൊരു ലോകം എന്താ പറയുക, ഇന്നും എത്രയോ ആളുകൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് നേരിട്ട് അനുഭവിക്കാനുള്ള ഒരു ജലമായിട്ട്, അല്ലെ, ഒരു പാനീയമായിട്ട് അതിന് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. മാത്രമല്ല ആ പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിർവഹിച്ച നിഷ്കളങ്കമായ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനക്കൊക്കെ ഉത്തരം ലഭിച്ചിട്ടുണ്ടല്ലോ, അല്ലെ? ഭക്ഷ്യവസ്തുക്കളില്ലാത്ത, കായ്ക്കനികളില്ലാത്ത ഒരു പ്രദേശത്ത് ഞാൻ എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയെ പാർപ്പിക്കുകയാണ്. ഇവിടേക്ക് ആളുകളുടെ കുലൂബിനെ, അവരുടെ ഹൃദയങ്ങളെ നീ ഇണക്കി തീർക്കണം. അത് ശരിയായില്ലേ? ലക്ഷക്കണക്കിന് ഹാജിമാര് ഇന്നും ലൈവായിട്ട് അവിടെ എത്തുമ്പോ എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും, ഫ്രൂട്ട്സും അവിടെ എത്തുകയാണ്, അല്ലെ? ബൽദത്തുൻ ത്വയ്യിബ വറബ്ബുൻ ഗഫൂർ, ഒരു നല്ല രാജ്യം, കാരുണ്യവാനായ റബ്ബ്, അല്ലെ? മക്കയിൽ പ്രത്യേകിച്ച് ഉംറ നിർവഹിക്കാനൊക്കെ റമദാനിൽ എത്തുമ്പോൾ കാണുന്ന വലിയൊരു കാഴ്ച, ഇപ്പം അവസാനത്തെ 10 ഹറമില് വല്ലാത്ത ജനങ്ങളായിരിക്കും. ആ സമയത്ത് നമ്മളൊക്കെ ഇരിക്കും, നമുക്ക് തോന്നും പടച്ചോനെ ഇന്നിപ്പോൾ നോമ്പ് തുറക്കാൻ ഈ തിരക്കിനിടയിൽ നമുക്ക് കിട്ടുമോ? കാരണം പുറത്തിറങ്ങാനും വയ്യ. എന്നാൽ നോമ്പ് തുറക്കാനുള്ള സമയമാവുമ്പോൾ കൂമ്പാരമായി കൂടുകയാണ്. ഓരോരുത്തർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതിലപ്പുറം ഓരോരുത്തരുടെ കൈകളിലേക്കും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്ര സുലഭമായിട്ട് അവിടെ ഭക്ഷ്യവസ്തുക്കള് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? അതൊരു മിറാക്കിളല്ലേ? അതൊരു വലിയ അത്ഭുതമല്ലേ? അത് ആ പ്രാർത്ഥനയുടെ ഉത്തരം തന്നെയല്ലേ? കാരണം അവിടെ എത്തിയിട്ട് ഒരാളും പട്ടിണി കിടക്കുന്നില്ല. ഹൃദയങ്ങളിൽ ആ കനിവുള്ള ഓരോ ധനികനും അവിടേക്ക് കൊണ്ടുവന്ന് ചൊരിയാണ്. കാരണം അവരുടെ സക്കാത്താണെങ്കിലും സദക്കയാണെങ്കിലും അതവിടെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിർവഹിച്ച ദീർഘമായ പ്രാർത്ഥനയുടെ ലൈവായ ഉത്തരമാണ്. ലോകത്തിൽ നിന്ന് എത്ര ഭാഗത്ത് എല്ലാ ലോകത്തുള്ള മുസ്ലിങ്ങൾ അവിടേക്ക് എത്തിച്ചേരുന്നു. മറ്റുള്ളവർ എത്തിച്ചേരാൻ ആഗ്രഹിക്കണം. ഇപ്പോൾ നമ്മളോടൊക്കെ പരിചയമുള്ള ആളുകൾ അവിടെ നിന്ന് ചോദിക്കണം, നിങ്ങൾ ഈ മക്കയിലേക്ക് അവിടെ ഉള്ള കാര്യങ്ങൾ അതങ്ങനെ കേൾക്കുമ്പോൾ അവർ പറയാം, എന്തുമാത്രം അത്ഭുതമാണില്ലേ അത്, വല്ലാത്തൊരു, നമുക്കത് കാണാനുള്ളൊരു ഭാഗ്യമില്ലല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. അഥവാ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിർവഹിച്ച ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ ഉത്തരമാണ് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ സംസം ഒരു അത്ഭുതമാണ്, ആളുകൾ അവിടേക്ക് എത്തുന്നത് അത്ഭുതമാണ്, അവിടേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന മാത്രമാണല്ലോ യഥാർത്ഥത്തിൽ പഠിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഈ പുരോഹിതന്മാര്, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകളെ വഴിതെറ്റിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർ ഓരോ തവാഫിലും പ്രത്യേകം പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ പാമരന്മാരായ ആളുകള് വിഷമിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. എന്നാൽ റുക്കുനുൽ യമാനി തൊട്ട് ഹജറുൽ അസ്വദ് വരെയുള്ള ആ സ്പേസിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട പ്രാർത്ഥന റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആ പ്രാർത്ഥനയിലെല്ലാം ഉണ്ടല്ലോ. ആ പ്രാർത്ഥന മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ശരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന പഠിപ്പിക്കുന്നത്, ആ ഓരോ സ്റ്റെപ്പിലും നടക്കുന്നത് നല്ല തിരക്കിലാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. മുകൾ തട്ടിൽ നിന്നാണ് തവാഫ് നിർവഹിക്കുന്നതെങ്കിൽ ഏകദേശം 1 കിലോമീറ്റർ വേണം. അപ്പൊ ഇത്രയും സമയം അത് നടക്കുമ്പോഴൊക്കെ ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നന്മ തരണം, എന്തെല്ലാം നന്മകൾ ഉണ്ട് എന്നുള്ള അള്ളാഹ്ക്കേ അറിയുള്ളൂ. അതുകൊണ്ട് ബ്രോഡ് സ്പെക്ട്രം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ആ പ്രാർത്ഥന അല്ലേ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എല്ലാം അതിലുണ്ട് അല്ലേ? ഈ ലോകമുണ്ട്, പരലോകമുണ്ട്, നരകശിക്ഷ ഉണ്ട്, എല്ലാം ഉണ്ട്. വളരെ ഏതൊരു കുട്ടിക്കും ലളിതമായി പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥനകൾ. പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയായി പഠിപ്പിച്ച സൂറത്തുൽ ബഖറയിലെ 201-ാമത്തെ ആയത്തായിട്ട് നമ്മോട് പഠിപ്പിച്ച റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. കാബയുടെ ചരിത്രം പറയുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. വർദ്ധിപ്പിക്കുക, നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു പ്രാർത്ഥന എന്നും കൂടുതൽ പ്രാർത്ഥിക്കാൻ നമ്മളൊക്കെ സമയം കണ്ടെത്തണം എന്നുകൂടി ഒരു അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. അതുപോലെ അവിടെ എനിക്ക് വല്ലാതെ സ്പർശിച്ച ഒരു സംഗതി ഗൈന നഫ്സാണ്.
മനസ്സിന്റെ ഒരു സംതൃപ്തി അല്ലേ? മനസ്സിന് ഇപ്പൊ മനുഷ്യനോട് അള്ളാഹു കൽപ്പിക്കുന്ന കാര്യം തന്നെ ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഇന്ന് ആളുകൾക്കുള്ള വലിയ പ്രശ്നം ഇപ്പൊ മനസ്സുമായി ബന്ധപ്പെട്ട കുറെ ട്രീറ്റ്മെന്റുകളും കൗൺസിലിംഗ് ഒക്കെ നിർവഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ആൾക്ക് അധികം ആളുകളുടെയും പ്രശ്നം എന്താ? നന്ദിയില്ലായ്മയാണ്. ഇന്നൽ ഇൻസാനലി റബ്ബിഹി ലക്കനൂൻ ഖുർആൻ പറഞ്ഞല്ലോ. തീർച്ചയായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെ. അത് പരാമർശിക്കുന്ന എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടാ? അതായത് ഒരു കുതിര അതിന്റെ യജമാനു വേണ്ടിയിട്ട് നന്ദി കാണിക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞിട്ടാണ് അത് പറയുന്നത്. അത് സത്യമല്ലേ? കാരണം എന്തെല്ലാം ഫെസിലിറ്റീസ് നമുക്കുണ്ട്, ആ ഉള്ള ഫെസിലിറ്റീസ് നമ്മൾ പറയില്ല, സൗകര്യങ്ങൾ പറയില്ല. എന്തെങ്കിലും ഒരു ചെറിയ ഒരു മുറിവ്, ഒരു നഖത്തിന് ഒരു പോറലേറ്റിട്ടുണ്ടെങ്കിൽ ആളുകൾക്കൊക്കെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കാൻ നമ്മൾ സമർത്ഥരാണ്. എന്നാൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് എപ്പോഴും നന്ദി കാണിക്കാനും നന്ദിയുള്ള സംസാരം നടത്താനുമാണ്. ആളുകളോട് എപ്പോഴും സംസാരിക്കേണ്ട കാര്യം അതാണ്. ഇത് നമ്മൾ വർദ്ധിപ്പിച്ചാൽ തന്നെ പോസിറ്റീവ് ഓട്ടോ സജഷൻ ആണ് സൈക്കോളജി. പോസിറ്റീവ് ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പോസിറ്റീവ്സ് ആണ് പറയേണ്ടത്, നെഗറ്റീവ്സ് ആണ് നമ്മൾ വർദ്ധിപ്പിക്കുന്നത്. നെഗറ്റീവ്സും തന്നെ ഡിസീസാണ് അല്ലെ, രോഗമാണ്. അതായത് നന്ദികേടാണ് അല്ലെ. നമ്മള് അസൂയ, പക, വിദ്വേഷം, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, ഇതൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ക്യാൻസർ അല്ല അതിൻ്റെ ഉള്ള അപ്പുറമുള്ള രോഗങ്ങളും വരും. നേരെ മറിച്ച് അള്ളാഹുവിന് ശുക്ർ കാണിച്ചുകൊണ്ട്, ഹംദ് പ്രകടിപ്പിച്ചുകൊണ്ട്, ആളുകളോട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ എല്ലാ രോഗത്തിൽ നിന്നും മോചനം ലഭിക്കുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇന്ന് സൈക്കോളജിക്കലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾമോസ്റ്റ് ഓൾ ഡിസീസസ് ആർ സൈക്കോസൊമാറ്റിക്. മാനസിക ജന്യ രോഗങ്ങളാണ് പല രോഗങ്ങളും, തോന്നലുകളാണ്. അതുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുക എന്ന കൽബുൻ സലീം എന്ന് പറഞ്ഞില്ലേ, സുരക്ഷിതമായ ഹൃദയം എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് നമ്മളെ എത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മെസ്സേജ് അതായിരുന്നു. അഥവാ നന്ദി കാണിക്കുക എന്നുള്ളത് ഇപ്പോൾ ആധുനിക ശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് ഈ മോട്ടിവേഷൻ രംഗത്ത്, അതുപോലെ മനഃശാസ്ത്ര രംഗത്ത് ഏറ്റവും കൂടുതൽ പരാമർശിക്കാറുള്ള ഒരു വേർഡാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അഥവാ നന്ദിയുള്ളവരായിത്തീരുക എന്നുള്ളതാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവണം. നമുക്ക് ലഭിച്ച ധാരാളം അനുഗ്രഹങ്ങൾ, എണ്ണമറ്റ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരാവാൻ നമുക്ക് സാധിക്കണമെന്നാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ആദ്യം നമ്മളൊന്ന് ആസ്വദിക്കാനും ബോധ്യപ്പെടാനും ആ ഒരു നന്ദി അല്ലേ, നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് നന്ദി പറയുന്ന കൽബുകളായി തീരാൻ നമ്മുടെ കൽബുകൾക്ക് സാധിക്കണമെന്നാണ്. അതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഹാജറിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കിട്ടുന്നത് അല്ലേ. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആ ഒരു സംസം കിട്ടുമ്പോൾ പോലും അവർ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. പിഞ്ചുകുട്ടിയെ ലഭിക്കുന്ന സന്ദർഭം, ഏറെ വൈകി ലഭിച്ച ആ ഒരു കുട്ടിയെ, ആ കുട്ടി ലഭിച്ചതിൽ അള്ളാഹുവിനോട് കാണിക്കുന്ന ഒരു നന്ദി, ഇതൊക്കെ ഈ പരിശുദ്ധമായ ദിനങ്ങളിൽ, ഏറ്റവും പുണ്യം നിറഞ്ഞ ഈ ദിനങ്ങളിൽ, അതോടൊപ്പം തന്നെ ഈ പെരുന്നാൾ സുദിനത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിനോട് ചേർത്ത് വെക്കേണ്ടതുമാണ്. അതുപോലെ കഅബ നിർമ്മാണം യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനോടും നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ ശരിക്കും അള്ളാഹിന്റെ കൽപ്പന ഇത്തിബാഅ് ചെയ്യാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ അലൈഹി ഇസ്ലാം ചെയ്തത്. അത് അവർ പൂർത്തീകരിച്ചതിന് ശേഷം പിന്നെ അവർ പ്രാർത്ഥിക്കുക, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇവിടെ വലിയൊരു മെസ്സേജ് ഉണ്ട്. നമ്മൾ എത്ര വലിയ പുണ്യകർമ്മം ചെയ്താലും അത് അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി അള്ളാഹിനോട് ദുആ ചെയ്യണം. ആ ദുആ ചെയ്തത് ആരാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമാണ്, ഇസ്മായിൽ അലൈഹി ഇസ്ലാമാണ്. അതും അള്ളാഹ് പറഞ്ഞിട്ടാണ് അവർ ചെയ്തത്. എന്നാൽ നമ്മൾ എത്ര പേര് ആത്മാർത്ഥമായി നമ്മളുടെ നമസ്കാരം സ്വീകരിക്കാൻ വേണ്ടി, നോമ്പ് സ്വീകരിക്കാൻ വേണ്ടി, ആരാധനകൾ മുഴുക്കെ അള്ളാഹ് സ്വീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുമല്ലോ, ഈ നിങ്ങളില് കിബിറുള്ള ആളുകളാണ്, കിബിർ കാണിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞല്ലോ. അവരെന്താണ്? അവര് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിൽ അവര് വീഴ്ച വരുത്തുന്നു. കാരണം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹിനോട് ചോദിക്കുന്നതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരോട് എന്തെങ്കിലും ചോദിക്കുക എന്നുള്ളത് അവർക്ക് ഈർഷയുള്ള സംഗതിയാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹിനോട് ചോദ്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട് അത്രത്തോളം അള്ളാഹുവിന് ആ അടിമയോട് ഇഷ്ടമാണ്. ഇബാദുർ റഹ്മാന്റെ ഒരു പരാമർശം വരുമ്പോൾ അതിന്റെ അവസാനത്തെ ആയത്തുകളിൽ ഒരു കാര്യമാണ്, നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നെങ്കിൽ നാം നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ്. പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്, മഹത്വമുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സിനൊരു കനാഅത്ത്, ഒരു സംതൃപ്തി തരുന്നതാണ്. അപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം
അതോടൊപ്പം തന്നെ ഇസ്മായിൽ അലൈഹി ഇസ്ലാം കാബ അതിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച ആ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ, അതുപോലെ ഒരു മനസ്സറിഞ്ഞ പ്രാർത്ഥനകൾ നിർവഹിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ ഒരു ചരിത്രം സ്മരിക്കുന്ന, ഈ ചരിത്രം അയവിറക്കുന്ന, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ടോ? ഞാൻ എന്നോട് ചോദിക്കുന്നു, നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കുക എന്നാണ് പറയാനുള്ളത്. അതുപോലെ ഹജ്ജിന്റെ കർമ്മങ്ങൾ അല്ലെ, ഹുദു എന്നീ മനാസിക്കും എന്ന് പറഞ്ഞത്, നിങ്ങൾ എന്നിൽ നിന്ന് ആരാധനകൾ പഠിക്കണം. അതായത് ഇത്തിബാ സുന്ന അല്ലെ, നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും നമുക്ക് തോന്നുകയാണ് ഞാൻ ചെയ്യുന്നത് കറക്റ്റാണെന്ന്. യഥാർത്ഥത്തിൽ അതിന്റെ അടിയാധാരം നമ്മൾ പരിശോധിക്കാറില്ല. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഖുറാഫാത്ത് ബിദഅത്തുകൾ, അതിന്റെ ബേസിക് റീസൺ എന്താന്ന് വെച്ചാൽ ഇത്തിബാ സുന്നല്ല, ഇന്ന പണ്ഡിതൻ ചെയ്യുന്നു, ഇന്ന ഉലമ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അത് നല്ല സംഗതിയാണ്. എന്നാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതുപോലെ തന്നെ സഹാബത്ത് ചെയ്ത കാര്യങ്ങളുമാണോ അല്ലെ. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് വളരെ ക്ലിയർ ആണ് അല്ലെ. നേരത്തെ നിങ്ങൾ പറഞ്ഞു ഹലാല് വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്, ബൈനഹുമാ മുത്തശാബിഹാത്ത്, അതിന്റെ ഇടയിൽ എന്തുണ്ട്, മുത്തശാബിഹാത്തായ കാര്യങ്ങളുണ്ട്. അപ്പോ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് തിന്മ, മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നതാണ് നന്മ. ഈ ഒരു ഡെഫിനിഷൻ തന്നെ നമ്മൾ സ്വീകരിച്ചാൽ മാഷാ അല്ലാഹ് നമുക്കത് വളരെ വ്യക്തമാണ്. ഇവിടെ ആരാധനകൾ നമ്മൾ സ്വീകരിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. അപ്പൊ അതിൽപ്പെട്ട ആരാധനയാണ് ഹജ്ജ്. ആ ഹജ്ജിന്റെ കർമ്മങ്ങൾ വളരെ ലളിതാണ്. എന്നാൽ ആ ലളിതമായ കർമ്മത്തെ പോലും അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാനാണ് പുരോഹിതന്മാർ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഖബർ ആരാധനക്കെതിരിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ സമയം പോലും പ്രതികരിച്ചത്. എന്നാൽ ആ ഖബറിനെ സിയാറത്ത് ചെയ്തുകൊണ്ട് പവിത്രമായ ഹജ്ജ് കർമ്മത്തിൽ പോകുന്ന ഒരുപാട് സാധുക്കളുണ്ട് അല്ലെ. കഴിഞ്ഞ വർഷങ്ങളില് നടന്നുകൊണ്ട് ഒരു സഹോദരൻ ഹജ്ജിന് വേണ്ടി പോയി, ഒരുപാട് മക്കാമുകളിലും മക്ബറകളിലും ജാറങ്ങളിലും പോയി ഇത്തരം ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അയാൾ അവിടെ എത്തുന്നത് അല്ലെ. സത്യത്തില് ഈ ഏകദൈവ വിശ്വാസത്തിന്റെ കടാര അല്ലെ, അതിന്റെ ബേസിനെ തന്നെ കടാര വെക്കുന്ന കാര്യങ്ങളാണത്. അപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു പരിഷ്കരണം അനിവാര്യമാണ്. കാരണം തൗഹീദിന് തീർത്തും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇന്ന് പ്രൊമോട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ചാനലുകളും അതുപോലെ പ്രൊമോട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ട്. ഇവിടെ സത്യം വിസ്മരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നമുക്ക് വലിയ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും അദ്ദേഹം നമുക്ക് മാതൃക കാണിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ബാപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടുന്ന് പോരുമ്പോ പറയുന്നുണ്ട് അല്ലെ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് തിരുത്തുന്നുണ്ട്. നിന്റെ ഉപ്പ വിശ്വാസി അല്ലാത്ത ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അല്ലാഹു സ്വീകരിക്കാൻ പോകുന്നില്ല. അതായത് നമ്മുടെ ഉറ്റവരാണെങ്കിലും ഉടയവരാണെങ്കിലും രക്തബന്ധുക്കളാണെങ്കിലും വിശ്വാസത്തിന്റെ അടിത്തറയിൽ മാത്രമാണ് അവരോടുള്ള ആത്മബന്ധം പുലർത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. അല്ലാത്ത പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ പോകുന്നില്ല. ഈ ഒരു മെസ്സേജ് കൂടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ നമുക്കുണ്ട്. ഇബ്രാഹിം നബിന്റെ ചരിത്രം ഒരുപാട് മെസ്സേജുകൾ. അപ്പോൾ ഒരു നല്ല ഉത്തമ കുടുംബിനി എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ ഒരു ചരിത്രം ഹാജർ നമുക്കാണ്. നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഒരു ഭർത്താവ് തൻ്റെ മകനെ കുഞ്ഞു മകനായിട്ട് ഏൽപ്പിച്ചു പോയിട്ട് തിരിച്ച് പിന്നീട് വരുന്നത് ആ കുട്ടി ഏകദേശം അല്പം വലുതായി പിന്നെ പിതാവിന്റെ കൂടെ കോടി നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്ന ഒരു പ്രായത്തിലാണ്. അല്ല, അവിടെ വേറൊരു കാര്യം കൂടി, ഹാജർ എന്ന് പറയുന്നത് സത്യത്തില് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ട് ഭാര്യമാർ അല്ലെ. രണ്ട് ഭാര്യമാരിൽ സാറയും ഉണ്ട് ഹാജറയും ഉണ്ട്. ഈ സാറയുടെ പരമ്പരയിൽപ്പെട്ടവരാണ് യഥാർത്ഥത്തില് ജൂത ക്രിസ്ത്യാനികൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാം അല്ലെ, ആ പരമ്പരയിൽപ്പെട്ടവരാണ് ആര്, പ്രവാചകന്മാരുടെ ഇത്. അപ്പൊ ഇവിടെ ഈ ഹാജറയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത് എന്നും സ്മരിക്കപ്പെടുകയാണ് അല്ലെ. അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല വലിയ മെസ്സേജുകൾ അത്തരം ഉദാഹരണങ്ങളിൽ കൂടി സ്ത്രീ വിഭാഗത്തിന് നൽകുന്നുണ്ട് അല്ലെ. അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. കാരണം അള്ളാഹു ആദരിച്ച ഒന്നിനെ ആദരിക്കുക, ആ ഷിആറുകൾക്കുള്ള പ്രാധാന്യം, സ്ഥലങ്ങൾക്കുള്ള പ്രാധാന്യം അല്ലെ, അതുപോലെ ദിനങ്ങൾക്കുള്ള പ്രാധാന്യം, എല്ലാറ്റിനും പ്രാധാന്യങ്ങളുണ്ട്. അപ്പോ ആ പ്രാധാന്യം കൽപ്പിച്ചവയ്ക്ക് ആ പ്രാധാന്യത്തോട് കൂടിയിട്ട് തന്നെ അറഫ, അതുപോലെ നമ്മള് ശരിക്കും ചിന്തിക്കേണ്ട ഹജ്ജിന്റെ വേളയിൽ അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞു.
ആ ഹജ്ജിന്റെ ദുൽഹിജ്ജ 9 മാത്രമാണ് അറഫക്ക് പ്രാധാന്യം കിട്ടുന്നത്. ആ സമയത്താണ് എല്ലാവരും അവിടെ സമ്മേളിക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊന്നും അവിടെ ഒന്നുമില്ലല്ലോ. ആ പ്രദേശത്ത് ഹജ്ജ് നടക്കാത്ത മറ്റ് ദിവസങ്ങളിൽ നമ്മൾ പോവുകയാണെങ്കിൽ അറഫ മൈതാനത്ത് ഒന്നുമില്ല. പക്ഷെ ആ ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ആ ദിവസത്തെ ഇസ്തിഗ്ഫാറിന് വലിയ പ്രാധാന്യമുണ്ട്. മലക്കുകൾ പ്രാർത്ഥിക്കുന്ന രംഗം പറഞ്ഞു. അപ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. ജംറയിലുള്ള കല്ലേറ് അല്ലെ, മിനയിൽ വെച്ച് പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ബലി അറുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഘട്ടത്തിൽ ആ നല്ല കാര്യത്തിൽ നിന്ന് ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിശാജ് ഇടപെടുന്നുണ്ട്. ആ പിശാജിന്റെ ഇടപെടൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നിരന്തരം നടക്കുന്ന ഒരു കർമ്മമാണ് എന്നുള്ള സൂചന പ്രതീകാത്മകമായി നൽകുന്ന ഒരു വലിയ മെസ്സേജ് അതിലില്ലേ. നമ്മൾ ഏത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പിശാച് പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ആ ഒരു ബോധം ഒരു വിശ്വാസിക്ക്, രക്ഷിതാവിന്, ഉമ്മക്ക്, മക്കൾക്കൊക്കെ എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനകൾ ചൊല്ലാൻ, ദിക്റുകൾ ചൊല്ലാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ എത്രമാത്രം കാര്യങ്ങൾ, അതുപോലെ ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നിന്ന് എത്രമാത്രം കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധമാണ്, ഒരു ബോധ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വേണ്ടത്. ഇനിയും ഒരുപാടെണ്ണം പരാമർശിക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധമായ ദിനങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രങ്ങൾ കൂടുതൽ പഠിക്കാൻ, അത് അനുധാവനം ചെയ്യാൻ, അതോടൊപ്പം തന്നെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദർഭങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, ഈ പെരുന്നാളിൽ ചൊല്ലേണ്ട തെക്ബീറുകൾ അല്ലേ, ആലോചിക്കുക. ആ തെക്ബീറിൻ്റെ വചനങ്ങൾ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടാണ് നമ്മുടെ പെരുന്നാൾ സുദിനം പോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന ഉറച്ച പ്രഖ്യാപനം അടിക്കടി വീണ്ടും വീണ്ടും ഈ പെരുന്നാൾ സുദിനങ്ങളിൽ നമ്മളോട് ആവർത്തിക്കാൻ വേണ്ടി പറയുന്നു. വലില്ലാഹിൽ ഹംദ്, എല്ലാ സ്തുതിയും, അഥവാ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച എല്ലാത്തിനും ഞാൻ നന്ദി കാണിക്കുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നത് അള്ളാഹുവിനാണെന്നുള്ള ഇത് ആവർത്തിച്ചുച്ചരിച്ചു കൊണ്ടാണ് ഈ സുദിനങ്ങൾ നമ്മോട് എന്ത് ചെയ്യുന്നത്, ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, ഈ ദിനങ്ങൾ കഴിച്ചുകൂട്ടാൻ വേണ്ടിയിട്ട്. ബലികർമ്മം നിർവഹിക്കുക എന്നുള്ളത് വലിയൊരു പുണ്യമാണ്. ആ ബലിമൃഗത്തെ ഒരുക്കുന്നത്, അതിനെ ബലി അറുക്കുന്നത്, അന്നത്തെ ആഹാരത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്, അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നത് അല്ലെ, ഇതൊക്കെ സാമൂഹ്യ ബന്ധങ്ങളെ, സോഷ്യൽ റിലേഷൻഷിപ്പ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു സംഗതിയാണ്. ഓരോ മനുഷ്യനും അവന്റെ കമ്പാർട്ട്മെന്റിലേക്ക് ഒതുങ്ങിക്കൂടാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്താണ്? ജനത്തിന്റെ ഇടയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിക്കാണ് അള്ളാഹു കൂടുതൽ റെസ്പെക്ട് കൊടുക്കുന്നത് അല്ലെ. പള്ളിയിൽ വചനം ഇരിക്കുന്ന ആൾക്കല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്ന ഒരു വിശ്വാസിയാണ് ജനങ്ങളുമായി ഇടപഴകാതെ ജീവിക്കുന്ന വിശ്വാസിയേക്കാൾ നല്ലവൻ. അപ്പൊ ആ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ ജീവിതം സമൂഹത്തിലാണ്. അപ്പൊ സമൂഹത്തിന് ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധമായ ഈ ദിനങ്ങളിൽ ജനങ്ങളുമായി കൂടുതൽ ഇടപഴകാൻ, പെരുന്നാൾ ദിനങ്ങളിൽ കുടുംബങ്ങളുമായി നമ്മുടെ സമയം ചെലവഴിക്കാൻ, അതുപോലെ തന്നെ സൗഹൃദങ്ങൾ പുതുക്കാൻ, പരസ്പരം സ്നേഹം പങ്കിടാൻ, അതിനൊക്കെയുള്ള അവസരങ്ങളായിട്ടാണ് ഈദുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്നത്. ആഘോഷിക്കാനുള്ളതാണ്. അന്ന് സങ്കടപ്പെട്ട് വീട്ടിൽ കഴിയേണ്ടവരല്ല നമ്മൾ. അഥവാ ഈ ബലിപെരുന്നാൾ ദിനങ്ങൾ ഏറ്റവും നന്നായി കുടുംബ ബന്ധങ്ങൾ പുതുക്കി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെയും ചരിത്രങ്ങൾ ഓർത്തുകൊണ്ട് അതിൽ അവർ ഉൾക്കൊള്ളിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചര്യകൾ ഉൾക്കൊള്ളുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാവുക. നല്ല പെരുന്നാൾ ദിനങ്ങൾ ആശംസിക്കുന്നു. അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് കാര്യങ്ങൾ, ചരിത്രങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പഠിക്കാനുമുള്ള ഓരോ സമയവും സന്ദർഭവും അള്ളാഹു നിശ്ചയിച്ചത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കൂടി നമ്മൾ പരിശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ഈ സന്ദേശം കൈമാറിയ സഹദ് സാറിനുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾക്കൊള്ളുക. പെരുന്നാൾ സുദിനത്തിലെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം പുണ്യമുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ആ പ്രത്യേക പ്രാർത്ഥനകളിൽ, ഈ പ്രത്യേക ദിനങ്ങളിലെ പ്രാർത്ഥനകളിൽ പീസ് റേഡിയോ ഉണ്ടാവണം, സ്നേഹക്കൂടുണ്ടാവണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.